കഴിഞ്ഞ ദിവസം നടൻ ജയസൂര്യയെ ചോദ്യം ചെയ്തു എന്നുള്ളൊരു വിവരം നമുക്ക് മുന്നിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ. സേവ് ബോക്സ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ ജയസൂര്യയ്ക്ക് വിനയായി ബ്രാൻഡ് അംബാസിഡർ കരാറുണ്ട്. ജയസൂര്യ സ്ഥാപനത്തിൽ നിന്നും കൈപ്പറ്റിയത് തട്ടിപ്പിൽ നിന്നുള്ള പണമെന്ന നിഗമനത്തിലാണ് ഇഡിയുള്ളത്. കൂടുതൽ അന്വേഷണത്തിന് ശേഷം കണ്ടുകെട്ടൽ നടപടിയിലേക്ക് കടന്നേക്കുമെന്നാണ് വിവരം. എസ് രാഗിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഗിൻ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടുള്ള കാര്യം പറഞ്ഞതാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് കൂടുതൽ നടപടികൾ പെട്ടെന്ന് ഉണ്ടാകുമെന്ന് മനസ്സിലാകുന്നു. എങ്ങനെയാണ് ഇഡിയുടെ നീക്കം? സേവ് ബോക്സ് ആപ്പ് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള വിപുലമായിട്ടുള്ള ഒരു അന്വേഷണത്തിനാണ് ഇഡി തയ്യാറെടുക്കുന്നത്, നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ജയസൂര്യക്ക് ഈ ഒരു കരാർ, ബ്രാൻഡ് അംബാസിഡർ കരാർ ഉണ്ടായിരുന്നു എന്ന നിഗമനത്തിൽ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഇഡിക്ക് കിട്ടിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ചോദ്യം ചെയ്യൽ. അത് സ്വാഭാവികമായിട്ടും ജയസൂര്യക്ക് വിനയായി വരികയാണ്. അതിൽ ഈ സ്ഥാപനത്തിൽ നിന്ന് കൈപ്പറ്റിയിരിക്കുന്ന തുക, അത് സ്വാഭാവികമായിട്ടും ഈ സ്ഥാപനം ഒരുപാട് തട്ടിപ്പിലടക്കം ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് പ്രൊസീഡ്സ് ഓഫ് ക്രൈം എന്ന നിലയിലാണ്, അതായത് തട്ടിപ്പിൽ നിന്നുള്ള പണം എന്ന നിലയിലാണ് ഇഡി കാണുന്നത്. അങ്ങനെയെങ്കിൽ കൂടുതൽ അന്വേഷണത്തിന് ശേഷം കണ്ടുകെട്ടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നേക്കാം. ഇതോടൊപ്പം സിനിമാ മേഖലയിലെ അടക്കം ബന്ധങ്ങൾ ഇതിന്റെ ഉടമയായിട്ടുള്ള സാത്വിക് ഉപയോഗിച്ചിട്ടുണ്ട് ഈ തട്ടിപ്പിന് എന്ന വിലയിരുത്തലും ഇഡിക്കുണ്ട്. അതുകൊണ്ട് കൂടുതൽ പേരെ ഈ മേഖലയിലുള്ളവരെ വിളിപ്പിച്ചേക്കാം. കൂടാതെ ജയസൂര്യയെ വീണ്ടും വിളിപ്പിക്കാൻ നീക്കമുണ്ട്. 2 വട്ടം ഇതിനോടകം ചോദ്യം ചെയ്ത് കഴിഞ്ഞു. ഇനി കൂടുതൽ വിളിപ്പിക്കാനുള്ള സാധ്യതകളുമുണ്ട്. എന്തായാലും വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുന്നു. ഈ സാത്വിക് റഹീം നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നതാണ്. ഇയാളുടെ ബന്ധങ്ങളും ജയസൂര്യയുമായി കൂടുതൽ ഇടപാടുകൾ ഉണ്ടോ എന്നടക്കവും ഇഡി അന്വേഷിക്കുകയാണ്.